ലീക്സ് അതാണ് സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ശരിക്കും ലിറ്ററലി സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ബോയ് ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോയിട്ടൊക്കെ ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള അതും ഇതേപോലെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അത് എനിക്ക് ഒരു പയ്യൻ അയച്ചു തന്നു 250ഓളം സ്ക്രീൻഷോട്ട്. ഇതൊക്കെ കളക്ട് ചെയ്തിട്ടൊരു പയ്യൻ പറഞ്ഞുതരാം, നിങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കണം. അങ്ങനെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് സംസാരിച്ചത്. അതിൽ കേരളത്തിലെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടോ ഒരു കാര്യം പറയട്ടെ, അതിൽ കൂടുതൽ മുസ്ലിം പെൺകുട്ടികളാണ്. അവരെ ഫോട്ടോസാണ് ഇതിലെത്തിയിട്ടുള്ളത്. മുസ്ലിം പെൺകുട്ടികളെ ഇൻഫ്ലുവൻസ്, അതാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത് ഹിജാബൊക്കെ ഇട്ട പെൺകുട്ടികളുണ്ട് എന്നുള്ളത്. അല്ല ഞാനത് മുസ്ലിംസിനെ മാത്രം സഹായിക്കാൻ വേണ്ടിയിട്ടൊന്നും പറഞ്ഞതല്ല. അതിൽ കൂടുതൽ മുസ്ലിംസ് ആണ് ഞാൻ കണ്ടത്. അതിലൊരുത്തം മെസ്സേജ് അയച്ചിക്കാണ് ആ ഗ്രൂപ്പിൽ, എൻ്റെ വീട്ടിൽ എൻ്റെ ചേച്ചിയുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫോട്ടോ വേണോ ഞാൻ അയച്ചുതരാം. ഒരു ചെക്കൻ മെസ്സേജ് അയച്ചിക്ക. അതുപോലെ ഭാര്യനെ ഫോട്ടോ വേണോ, എൻ്റെ ഭർത്താവ്. ഇങ്ങനത്തെ കക്കൗട്ടായിട്ടുള്ള ഭർത്താക്കന്മാരുള്ള കാലഘട്ടത്തിൽ, സ്വന്തം മക്കളെ പോലും പീഡിപ്പിക്കുന്ന അച്ഛന്മാരുള്ള കാലഘട്ടത്തിൽ 2 ആഴ്ച മുന്നേ 3 ആഴ്ച മുന്നേ പരിചയപ്പെട്ട ഒരാളുടെ ഒപ്പം പോവുക, റൂം എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് എത്രത്തോളം സേഫ് ആണെന്നുള്ളത് നമ്മുടെ നാട്ടിലത്തെ പെൺകുട്ടികൾ ആലോചിക്കണം എന്നുള്ളത്. നമ്മൾ പറയുമ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ മാസമാണ് 100% ലിറ്ററസിയുടെ കാര്യം പറഞ്ഞിട്ട് ഒരുപാട് ട്രോളും കാര്യങ്ങളൊക്കെ ചെയ്തു. എനിക്ക് എന്താണ് സേഫ് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആർജിക്കുന്ന വിദ്യാഭ്യാസം കൊണ്ട് എനിക്ക് എന്താ കാര്യമുള്ളത്? അല്ലേ, എനിക്ക് നീന്താൻ അറിയില്ല, എന്നിട്ട് ഞാൻ പോയി വെള്ളത്തിൽ ചാടുക. അതിൽ എന്ത് ലോജിക്കാണുള്ളത്? ഓഫ് കോഴ്സ് എല്ലാവർക്കും റൈറ്റ് ഉണ്ട്. 18 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാനുള്ള റൈറ്റ് നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ നിങ്ങൾ സേഫ് ആവുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ ഈ വക കാര്യമാണ് ഞാൻ കണ്ടായിരുന്നു, മറ്റേ ആത്മഹത്യ ചെയ്ത പെൺകുട്ടികളിലൊക്കെ സ്റ്റില്ല് കിടന്ന് സർക്കുലേറ്റ് ചെയ്യുകയാണ്. അതായത് ഇങ്ങനെ ലീക്ക് വന്ന് ആത്മഹത്യ ചെയ്ത പെൺകുട്ടികളുടെ സ്റ്റില്ല് കിടന്ന് സർക്കുലേറ്റ് ചെയ്യുക. ഇതെങ്ങനെ അറിയാം? ഇൻസ്റ്റാഗ്രാമിൽ സർക്കുലേറ്റ് ചെയ്യും. ഇതിന്റെ ഒരു ചെറിയ പാർട്ട് അങ്ങോട്ട് കാണിക്കും, അല്ലെങ്കിൽ പെൺകുട്ടികളെ പഴയ ഏതെങ്കിലും ഒരു ഫോട്ടോ കാണിക്കും, ഏതെങ്കിലും അവർ ഡാൻസ് കളിക്കുന്ന ഏതെങ്കിലും വീഡിയോ കാട്ടിട്ട് പിന്നെ കമന്റിലുണ്ടാവും ഈ വീഡിയോന്റെ ലിങ്ക് ആക്കി എവിടെ കിട്ടുക, DM ചെയ്യേ. അപ്പോൾ ഓരോരുത്തർ പറയും DMക്ക് ഞാൻ അയച്ചുതരാം. ഓലൊക്കെ സ്വന്തം പെങ്ങന്മാർ താൻ ചെയ്യാൻ അങ്ങനെ ചെയ്യുമോ?